RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് NDSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട 7ാമത്തെ മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ 2019 ചോദ്യപേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് 6ൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾ, സോഷ്യൽ സയൻസിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് തുടർന്നുള്ള 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം ഈ ചോദ്യങ്ങളുടെ സ്വഭാവം നമുക്ക് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എവിടെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പാഠഭാഗങ്ങളെയാണ് കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ മോക്ക് ടെസ്റ്റിലൂടെ സാധിക്കും. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലെ ആദ്യത്തെ 20 ചോദ്യങ്ങളിൽ ഒരു 5-6 ചോദ്യങ്ങൾ CBSE സിലബസിൽ നിന്ന് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിരുന്നു. എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തുടർന്നുള്ള ആ 20 ചോദ്യങ്ങൾ പൂർണ്ണമായി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായി സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ നിന്നുള്ള 40 ചോദ്യങ്ങളിൽ ഒരു 5-6 ചോദ്യങ്ങൾ ഒരു പക്ഷേ NCERT സിലബസിൽ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാം എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഒരു 75%-80%-ഓളം ചോദ്യങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വേർ ഡു ദ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം? വേർ ഡു ദ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം? ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏത് പാഠഭാഗത്തു നിന്നാണ്. സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ 9th ജോഗ്രഫിയുടെ സോഷ്യൽ സയൻസ് 2nd പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 2ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. വേർ ഡു ദ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ മധ്യ ഓഷ്യാനിക് പർവ്വതനിരകളാണ് ഉദ്ദേശിക്കുന്നത്. മധ്യ ഓഷ്യാനിക് പർവ്വതനിരകൾ രൂപം കൊള്ളുന്നത് എവിടെയാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പർവ്വതനിരകൾ രൂപം കൊള്ളുന്നത് കൺവേർജൻ മാർജിൻസിലാണോ, ഡൈവേർജൻ മാർജിൻസിലാണോ, ട്രാൻസ്ഫോം മാർജിൻസിലാണോ, ഷിയർ മാർജിൻസിലാണോ? നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. നിങ്ങളൊരു പേപ്പർ എടുത്ത് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അവസാനം ചെക്ക് ചെയ്താൽ മതി ഓരോന്നും. വേർ ഡു ദ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം? മധ്യ ഓഷ്യാനിക് റിഡ്ജസ് അതിർവരമ്പുകൾ എന്നുള്ളതാണ്. പർവ്വതനിരകൾ എന്ന് നമുക്ക് അതിനെ പറയാം. മധ്യ ഓഷ്യാനിക് പർവ്വതനിരകളെ രൂപം കൊള്ളുന്നത് എവിടെയായിട്ടാണ് എന്നുള്ളതാണ്. കൺവേർജൻ മാർജിൻസ്, അതായത് സംയോജക സീമകളിലാണോ, ഡൈവേർജൻ വിയോജക സീമകളിലാണോ, അതുപോലെ തന്നെ ട്രാൻസ്ഫോം റിഡ്ജസ്, അതായത് അത് മാറ്റപ്പെട്ട അതിരുകൾ എന്നൊക്കെ പറയാം. പക്ഷേ അത്തരത്തിലുള്ള അതിരുകൾ അധികം ഇല്ല. അതേപോലെ ഷിയർ മാർജിൻസ്, ഛേദക സീമകൾ എന്ന് മലയാളത്തിൽ പറയാം. ഛേദക സീമകൾ ഇതിൽ എവിടെയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്? അതായത് നമ്മുടെ 9th സ്റ്റേറ്റ് സിലബസിൽ കൺവേർജൻറ്റും ഡൈവേർജൻറ്റും ഷിയർ മാർജിൻസ് പറയുന്നുണ്ട്. അതിൽ പർവ്വതനിരകൾ രൂപം കൊള്ളുന്ന എവിടെയാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഡൈവേർജൻ മാർജിൻസ് അഥവാ വിയോജക സീമകളിലാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെസ്റ്റേൺ ലൈറ്റ്സ് ബ്ലോ ഫ്രം? ഇപ്പോൾ ഈ ചോദ്യം വായിക്കുന്നതാണ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെസ്റ്റേൺ ലൈറ്റ്സ് ബ്ലോ ഫ്രം? നമുക്കറിയാം പ്ലാനറ്ററി വിൻസുമായി ബന്ധപ്പെട്ടാണ് 10th സ്റ്റേറ്റ് സിലബസിലെ 2nd ചാപ്റ്ററിൻ്റെ ആയി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ വെസ്റ്റേൺ ലൈറ്റ്സ് ബ്ലോ ഫ്രം? അതായത് പശ്ചിമവാതകങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എവിടെ നിന്നാണ് വീശുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. പശ്ചിമവാതകങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്നത്. ഇത് വെസ്റ്റേൺ ലൈറ്റ്സ് നമുക്കറിയാം. പ്ലാനറ്ററി വിൻസ് എന്ന് പറയുമ്പോൾ സ്ഥിരവാതകങ്ങൾ, അതായത് ആഗോളവാതകങ്ങൾ എന്നൊക്കെ പറയും മലയാളത്തിൽ. ഒരേ ദിശയിൽ വീശുന്നതാണ്. അത് 3 ഉണ്ട്. ട്രേഡ് വിൻസ്, അതായത് വാണിജ്യവാതകങ്ങൾ, വെസ്റ്റേൺ ലൈറ്റ്സ് പശ്ചിമവാതകങ്ങൾ, പിന്നെ ഈസ്റ്റർ ലൈറ്റ്സ് കിഴക്കൻ വാതകങ്ങൾ എന്നൊക്കെ പറയപ്പെടും. അപ്പോൾ ഇത് 3 രീതിയിലുണ്ട്. അതിൽ പ്രധാനമായും വെസ്റ്റേൺ ലൈറ്റ്സ് എവിടെ നിന്ന് ആണ് വീശുന്നത് എന്നാണ് ചോദ്യം. വെസ്റ്റേൺ ലൈറ്റ്സ് കേൾക്കുമ്പോൾ അറിയാം സദേൺ ഹെമിസ്ഫിയർ വളരെ പേടിപ്പിക്കുന്ന സ്ക്രീച്ചിങ്ങും ഹൗളിങ്, അതേപോലെ ഫ്യൂരിയസ് 50s, സ്ക്രീച്ചിങ്ങും 60s, ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഭാഗമൊക്കെ വളരെ പേടിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അവിടുത്തെ ഡയറക്ഷൻ ഏതാണ്? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സൗത്ത് ഈസ്റ്റ് ആണോ, നോർത്ത് ഈസ്റ്റ് ആണോ, നോർത്ത് വെസ്റ്റ് ആണോ, സൗത്ത് വെസ്റ്റ് ആണോ? അപ്പോൾ അത് ഏത് ദിശയിലാണ് എന്നുള്ളതാണ്. തെക്ക് കിഴക്കാണോ, അതേപോലെ വടക്ക് കിഴക്കാണോ, അതേപോലെ വടക്ക് പടിഞ്ഞാറാണോ, അതേപോലെ തെക്ക് പടിഞ്ഞാറാണോ? നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, വെസ്റ്റേൺ ലൈറ്റ്സ് എന്ന പേര് വന്നുകൊണ്ട് ഇതിൽ എന്തുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്തായിരിക്കാം? നോർത്ത് വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് വീശുന്നത്. എന്താണ് ഉത്തരം? നോർത്ത് വെസ്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23.
അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളും ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് എ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ? നോർമൽ ദൈനിക താപാന്തരം എന്നൊക്കെ പറയാം അല്ലേ. വാട്ട് ഈസ് എ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിലെ എന്താണ് താപനിലയിലുള്ള വ്യത്യാസമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ചതാണ് 9th സ്റ്റേറ്റ് സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ പേജിൽ തന്നെയുണ്ട്. വാട്ട് ഈസ് എ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദി ട്രോപ്പോസ്ഫിയർ? അത് 1 degree സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണോ, അതേപോലെ തന്നെ അത് രണ്ടും വീണ്ടും 1 degree സെൽഷ്യസ് പെർ മീറ്റർ ആണോ, 1 degree സെൽഷ്യസ് പെർ 6.4 കിലോമീറ്റർ ആണോ, 1 degree സെൽഷ്യസ് പെർ 165 മീറ്റർ ആണോ? ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. എന്താണ്? 1 degree സെൽഷ്യസ് പെർ 165 മീറ്റർ ആണ്. അപ്പോൾ അവിടെ നമുക്കറിയാം ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനില 1 degree സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനില കുറഞ്ഞു വരുന്നു 1 degree സെൽഷ്യസ് എന്ന രീതി. അതാണ് അതോടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 1 degree സെൽഷ്യസ് പെർ 165 മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. മൊറൈൻസ് ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 3rd or 4th or 9th തന്നെ ജോഗ്രഫിയിലെ 4th ചാപ്റ്ററിലാണ്ടുണ്ട്. കാരണം മൊറൈൻസ് അത് എന്തിൻ്റെ ഡിപ്പോസിഷനാണോ ഇറോഷനാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇറോഷൻ ഫീച്ചേഴ്സ് ബൈ വിൻഡ്, ഇറോഷൻ ഫീച്ചേഴ്സ് ബൈ ഗ്ലേസിയേഴ്സ്, ഡിപ്പോസിറ്റ്സ് ബൈ ഗ്ലേസിയേഴ്സ്, ഡിപ്പോസിറ്റ്സ് ബൈ സീ വേവ്സ്. നമ്മൾ ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. 9th ജോഗ്രഫിയുടെ 4th ചാപ്റ്ററിലാണ് കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. വേവ്സ്, സീ വേവ്സ് ഉണ്ട്, വിൻഡ് കൊണ്ടുണ്ട്, ഡിപ്പോസിഷനുണ്ട്. അപ്പോൾ അതിൽ റിവർ ഡിപ്പോസിഷൻ, അതിൽ ഇറോഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡിപ്പോസിഷനോ ഇറോഷനോ ആയിരിക്കാം. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാകാം. അതായത് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപരദനം, ഇറോഷൻ അപരദനമാണ്. കാറ്റ് സൃഷ്ടിക്കുന്ന അപരദനം മൂലമാണോ, അതിൽ ഗ്ലേസിയസ് ഹിമാനികൾ സൃഷ്ടിക്കുന്ന അപരദനം മൂലമാണോ, അല്ലെങ്കിൽ ഹിമാനികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപം മൂലമാണോ, അത് സീ വേവ്സ് തിരമാലകൾ സൃഷ്ടിക്കുന്ന നിക്ഷേപം മൂലമാണോ എന്നാണ് ചോദ്യം. മൊറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും. ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം എന്താണ്? ഡിപ്പോസിറ്റ്സ് ബൈ ഗ്ലേസിയസ്. ഹിമാനികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപമാണ്. ഗ്ലേസിയസ് മീൻസ് ഹിമാനികൾ. അപ്പോൾ ഇതാണ് ഡിപ്പോസിറ്റ്സ് ബൈ ഗ്ലേസിയസ് ആണ് മൊറൈൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് കൊറോഷിയോ കറണ്ട്. കണ്ടോ, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ഒഴിവാക്കപ്പെടുന്ന ക്വസ്റ്റ്യനാണ്. 9th പാഠപുസ്തകത്തിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. 9th കോൾഡ് കറൻറ്റും വാം കറണ്ടൊക്കെ പഠിക്കുന്ന 9th സ്റ്റേറ്റ് സിലബസിലെ ജോഗ്രഫിയുടെ പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കുറോഷിയോ കറണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. കുറോഷിയോ കറണ്ട് അത് ഏത് ഓഷ്യനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ എളുപ്പം കിട്ടും. പസഫിക്കിലാണോ അറ്റ്ലാന്റിക്കിലാണോ? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അത് വാം കറണ്ട് ആണോ, ഉഷ്ണജല പ്രവാഹമാണോ, ശീതജല പ്രവാഹമാണോ എന്നുള്ള ചോദ്യം. വാം കറണ്ട് ഇൻ പസഫിക് ഓഷ്യൻ, അത് ഉഷ്ണജല പ്രവാഹം, പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹം. കോൾഡ് കറണ്ട് ഇൻ പസഫിക് ഓഷ്യനിലെ ശീതജല പ്രവാഹം. വാം കറണ്ട് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹം. കോൾഡ് കറണ്ട് ഇൻ ഇന്ത്യൻ ഓഷ്യനിലെ ശീതജല പ്രവാഹം. ഇതിലേതാണ് കൃത്യം? ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടേബിളാക്കി ക്രിയേറ്റ് ചെയ്ത് പഠിച്ച് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഏതാണ്? പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും ഇന്ത്യൻ ഓഷ്യനിലെയും വാം കറണ്ട്, കോൾഡ് കറണ്ട് ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം ശ്രദ്ധിക്കുക. എന്താണ്? വാം കറണ്ട് ഇൻ പസഫിക് ഓഷ്യനാണ്. പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ് കുറേഷ്യ കറണ്ട് എന്ന് പറയുന്നത്. വാം കറണ്ട് ഇൻ പസഫിക് ഓഷ്യൻ. അപ്പോൾ കുറേഷ്യ പ്രവാഹം എന്നറിയപ്പെടുന്നത് എന്താണ്? കുറേഷ്യ പ്രവാഹം എന്നറിയപ്പെടുന്നത് വാം കറണ്ട് ഇൻ പസഫിക് ഓഷ്യനിലെ ഉഷ്ണജല പ്രവാഹമാണ്. അതായത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതും നിങ്ങളുടെ 9th പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ 9th പ്രാധാന്യം മനസ്സിലായാലും 9th പാഠപുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കണം. 10th ഡിസംബർ വരെയുള്ള പോർഷൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക. കാറ്റഗറൈസ് ദി ഫോളോയിങ് ടൗൺസ് ബേസ്ഡ് ഓൺ ദർ ബേസിക് ഫംഗ്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ടൗണുകൾ എന്തൊക്കെ അടിസ്ഥാന ഫംഗ്ഷൻ നിറവേറ്റുന്ന ടൗണുകളാണ് എന്നുള്ളതാണ്. ഇവിടെ ഓരോ ടൗണിനും ചില പ്രത്യേകതകളുണ്ട്. നമുക്കിത് ജാംഷഡ്പൂരുണ്ട്, ന്യൂഡൽഹി ഉണ്ട്, അലഹബാദ് ഉണ്ട്, ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂഡൽഹിയുടെ കാര്യം എന്താണെന്നറിയാം. ന്യൂഡൽഹി എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ബി എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എല്ലാത്തിനും ബി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഇത് മുഴുവനായിട്ട് നിങ്ങൾ അളക്കാൻ പോകരുത്. ഇപ്പോൾ ജാംഷഡ്പൂർ, ന്യൂഡൽഹി, അലഹബാദ്, എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരു കണ്ടോൺമെൻ്റ് ആണ്.
അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. എങ്കിൽ നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഓരോ സ്ഥലങ്ങളുടെയും സവിശേഷതകളാണ് അവരുടെ ബേസിക് ഫങ്ഷൻസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നോക്കുക, ആൻസർ 4ാമത്തെ ആണ്. ആദ്യത്തേത് ജാംഷഡ്പൂർ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിലും കൃത്യമായിട്ട് അറിയാവുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, ഭരണകേന്ദ്രമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ബിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളത് ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ടായിരുന്നു. 4ാമത്തെ ഈ ബി നോക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സി അലഹബാദ് കൾച്ചറിലാണ്. നമുക്കറിയത് ഞാൻ പറഞ്ഞ കൻറ്റോൺമെൻ്റ് ആണ്, ഡിഫൻസ് ആണ്. അപ്പോൾ ഡിഫൻസ് ആണ്. അലഹബാദ് കൾച്ചറിലാണ്. ന്യൂഡൽഹി അഡ്മിനിസ്ട്രേഷനാണ്. അതേപോലെ തന്നെ ജാംഷഡ്പൂർ ഇൻഡസ്ട്രിയിലാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും 1 or 2 അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേംസ് ഗാദർ ആൻഡ് ബംഗാർ ആർ റിലേറ്റഡ് ടു. ഇത് 10th പുസ്തകത്തിൽ കൃത്യമായിട്ടുള്ളതാണ്. ഗാദറും ബംഗാർ ബ്ലാക്ക് സോയിലാണോ, അലൂവിയൽ സോയിലാണോ, റെഡ് സോയിലാണോ, ലാറ്ററൈറ്റ് സോയിലാണോ, 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ്, അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണ്, റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ചുമന്ന മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് ചെങ്കൽ മണ്ണ്. അപ്പോൾ ഒരു കാര്യം പറയാം, ലാറ്ററൈറ്റ് സോയിൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിന് ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലേത് ലാറ്ററൈറ്റ് സോയിലാണ്. കേരളത്തിലേത് ലാറ്ററൈറ്റ് സോയിലാണ്. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഏതായാലും പരുത്തി കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് സോയിലാണ്. നിങ്ങൾക്കിപ്പോൾ ഗാദർ ബംഗാർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഏതായിരിക്കും? ഗാദർ ബംഗാർ എന്ന് പറയുന്നത് അലൂവിയൽ സോയിലാണ്. പുതിയ എക്കൽ മണ്ണും പഴയ ഗാദർ പുതിയ, ബംഗാർ പഴയത്. അപ്പോൾ പുതിയ എക്കൽ മണ്ണും പഴയ എക്കൽ മണ്ണ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ മണ്ണിനങ്ങൾ അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബ്ലാക്ക് സോയിലിനെ കുറിച്ച് പറയാം. കറുത്ത പരുത്തി മണ്ണ്, പരുത്തി കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് ഇത്. ഡക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന മണ്ണാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇരുമ്പിൻ്റെ അംശമുള്ള മണ്ണാണ് റെഡ് സോയിൽ. ഇരുമ്പിൻ്റെ അംശമുള്ളത് റെഡ് സോയിലാണ്, അത് ശ്രദ്ധിക്കുക. റെഡ് സോയിൽ, ഇരുമ്പിൻ്റെ അംശം. അതേപോലെ ലാറ്ററൈറ്റ് സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണിത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇടവിട്ടുള്ള മൺസൂണുകളൊക്കെ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ സർവ്വസാധാരണ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സോയിൽസിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടു ട്രാവൽ ഫ്രം കന്യാകുമാരി ടു കൊൽക്കത്ത അലോങ് ദ ഈസ്റ്റ് കോസ്റ്റ് വി നീഡ് ടു ക്രോസ് ദ മേജർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് റിവേഴ്സ് ദാറ്റ് വി ഹാവ് ടു ക്രോസ്. നിങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കൊൽക്കത്തയ്ക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ക്രോസ് ദി മേജർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. കിഴക്ക് ഭാഗത്തേക്കുള്ള ഏത് റിവറുകൾ നിങ്ങൾ ക്രോസ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ ഓർഡറിൽ എഴുതണം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് റിവേഴ്സ് ദാറ്റ് വി ഹാവ് ടു ക്രോസ്. കാരണം നിങ്ങൾ കന്യാകുമാരിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോസ്റ്റൽ പ്ലെയിൻസ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് പഠിച്ചിരിക്കണം. അതിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് കൂടെ പോകുമ്പോൾ ഈസ്റ്റിലേക്ക് പോകുന്ന ഫ്ലോയിങ് റിവേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്കറിയാം 4 റിവറുണ്ട്. വെസ്റ്റിലേക്കാണ് താപ്തിയും നർമ്മദയും വെസ്റ്റിലേക്ക് പോകുന്നതാണ്. ബാക്കി 4 പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കണം. ഇതല്ലെങ്കിൽ വേറെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. അതിൽ 4 റിവർ ഗോദാവരി, മഹാനദി, കാവേരി, കൃഷ്ണ, ഇത് 4 ഈസ്റ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ 4 ഈസ്റ്റിലേക്ക് പോകുന്നത്. വെസ്റ്റിലേക്ക് പോകുന്നത് താപ്തിയും അതേപോലെ നർമ്മദയുള്ളൂ. ഇവിടെ മഹാനദി, 2ാമത്തെ വർഷം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. 3ാമത്തെ വർഷം കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. 4ാമത്തെ വർഷം കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. വളരെ എളുപ്പം. കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊൽക്കത്തയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഈസ്റ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം ഏതാണെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻസർ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. കാവേരിയാണ് നമുക്ക് ഏറ്റവും താഴെ കാണുന്നത്. ഏതാണ്ട് കർണാടകത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട് കൂടി ഇങ്ങോട്ട് വരുന്നത്. കൃഷ്ണയാണെങ്കിൽ നമ്മൾ ആന്ധ്രാപ്രദേശ് കൂടിയിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. ഗോദാവരി അതേ ഒരു പൊസിഷനിൽ ആന്ധ്രയുടെ സൈഡിൽ കൂടി തന്നെ കൃഷ്ണയ്ക്ക് തൊട്ട് മുകളിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. മഹാനദി ഒഡീഷ കൂടി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ഈ ഓർഡർ അതാണ്: കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. കാവേരി കഴിഞ്ഞാണ് കൃഷ്ണ, കൃഷ്ണ കഴിഞ്ഞ് ഗോദാവരി, ഗോദാവരി കഴിഞ്ഞ് മഹാനദി. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയാണെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് പെനിൻസുലാർ റിവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം: ഹൗ മെനി ട്രസ്റ്റഡ് വോളണ്ടിയേഴ്സ് ഓഫ് മഹാത്മാഗാന്ധി അക്കമ്പൈൻഡ് ഹിസ് ഫേമസ് സാൾട്ട് സത്യാഗ്രഹ? സാൾട്ട് സത്യാഗ്രഹത്തിൽ എത്ര പേര് എത്ര അനുയായികളുമായിട്ടാണ് സാൾട്ട് സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധി പുറപ്പെട്ടതെന്നുള്ളതാണ്. അദ്ദേഹം എത്ര അനുയായികളുമായി ബന്ധപ്പെട്ടാണ് പോയത്. അപ്പോൾ എത്ര വോളണ്ടിയർമാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, കൂടെ ഉണ്ടായിരുന്നത്? ഇവിടെ 72 ഉണ്ട്, 78 ഉണ്ട്, 240 ഉണ്ട്, 120 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇതിൽ ചില നമ്പർ നമുക്ക് ആകെ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതാണ്. 72, 78 അല്ലേ, 240 and 120. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇത് കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഏതാണ്? 78 ആണ്. 78 പ്രതിനിധികളുമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജി
പുറപ്പെടുന്നത് 78 അനുയായികൾ, ദണ്ഡി കടപ്പുറത്തേക്ക് പുറപ്പെടുന്ന 78 അനുയായികളുമായിട്ടാണ്. 78. ഈ 72 എന്താണ്? 72 നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കണം. 72 എവിടെയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. INCയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ്, INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബോംബെയിലെ തേജ്പാൽ ഗോകുൽദാസ് കോളേജിൽ വെച്ച് ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ 72 പേരാണ് അന്ന് പങ്കെടുത്തത്. 1885 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അന്ന് 72 പ്രതികളാണ് പങ്കെടുത്തത്. അപ്പോൾ ആ 72, അപ്പോൾ കണ്ടോ അവർ ഇട്ടത് ക്വസ്റ്റ്യൻ കർത്താവ് ഏതെങ്കിലും രീതിയിൽ നമ്മളെ പറ്റിക്കാൻ. ഇതാണ് ശരി ഉത്തരം എന്നുള്ളത്. 78 രണ്ടാമത്തെ പോയിന്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ 1789 ദ എസ്റ്റേറ്റ്സ് ജനറൽ വാസ് ലാസ്റ്റ് സമ്മൺഡ് ഇൻ. അപ്പോൾ നമുക്ക് അറിയാം 1789 മുമ്പ് എസ്റ്റേറ്റ് ജനറൽ കൂടിയത് എപ്പോഴാണെന്നുള്ളതാണ്. ലാസ്റ്റ് സമ്മേളിച്ചത് എപ്പോഴാണെന്നുള്ളതാണ്. 1789 മുമ്പ്. നമുക്കറിയാം എസ്റ്റേറ്റ് ജനറൽ കേൾക്കുമ്പോൾ തന്നെ ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ 10th സ്റ്റേറ്റ് സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് ബിഫോർ 1789 ദ എസ്റ്റേറ്റ് ജനറൽ വാസ് ലാസ്റ്റ് സമ്മൺഡ്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് സാധ്യതകൾ കുറവാണ്. 1789 പറഞ്ഞിട്ടുണ്ട്. എസ്റ്റേറ്റ് ജനറൽ ലാസ്റ്റ് കൂടിയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത കുറവ്. എങ്കിലും ശ്രദ്ധിക്കുക, ഇവിടെ 1714, 1784, 1614, 1689 ഇതിലേതായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകാം. ഏതാണ്ട് ഈ സമ്മേളനം കൂടിയതിന് ശേഷം ഏതാണ്ട് 175 വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനത്തെ എസ്റ്റേറ്റ് ജനറൽ കൂടുന്നത്. അത് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഏതാണ് ആ വർഷമെന്ന് നോക്കാം. 1614 1614 എസ്റ്റേറ്റ് ജനറൽ ലാസ്റ്റ് കൂടിയത്. 1614 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1614. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ്, ഹിസ്റ്ററിയുടെ പുസ്തകത്തിൽ നിന്നാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് റെസ്പോൺസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിട്ട് ശരിയായ പ്രതികരണം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷനിൽ നിന്ന്. മജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഇൻ മുഗൾ സൊസൈറ്റി വേർ ഫാമേഴ്സ്. അതായത് മുഗൾ സൊസൈറ്റിയിലെ, മുഗൾ സമൂഹത്തിലെ ഭൂരിഭാഗം പേരും കർഷകരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ, ദർ വർ 2 types ഓഫ് ഫാമേഴ്സ് കോൾഡ് കുത്കഷത്ത് ആൻഡ് പാഹി കഷത്ത്. കുത്കഷത്ത് ആൻഡ് പാഹി കഷത്ത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 2 തരക്കാരായ ഫാമേഴ്സ് ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ. അത് കുത്കഷത്തും പാഹി കഷത്തുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. ഒരെണ്ണം ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ഇങ്ങനെയൊന്നും ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ഇനി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 1ന് അനുയോജ്യമായ എക്സ്പ്ലനേഷൻ അല്ല 2. ഇവിടെ പറഞ്ഞേക്കുന്നത് മുഗൾ സൊസൈറ്റിയായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അതുമായി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണോ ഇത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അതായത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നാണ് ലാസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അതായത് ഇത് 2 തമ്മിൽ എന്തെങ്കിലും താരതമ്യം ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. നിങ്ങൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നോക്കാം. ഇത് പിന്നെ അതിൻ്റെ ഉത്തരം ശരിയായതിനും ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇത് തമ്മിൽ യോജിക്കുന്ന ഒന്ന് മുഗൾ ഫാമേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ പാകി കഷത്തും കുത്കഷത്തുമായി അത് വ്യത്യസ്തമാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളത്. ഇത് തമ്മിൽ റിലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് റോങ്ലി റിലേറ്റഡ് ഉണ്ടോ? അതിൽ തെറ്റായ ജോഡികൾ ഇവിടെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ്? ഇത് റോങ്ലി റിലേറ്റഡ് തെറ്റായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇവിടെ വിയന്ന കോൺഗ്രസ് ഓസ്ട്രേലിയ, അത് വെയ്മാർ റിപ്പബ്ലിക് ജർമ്മനി, 5-year പ്ലാൻസ് സോവിയറ്റ് യൂണിയൻ, ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇതിൽ ഏതൊക്കെ പിന്നെ തെറ്റായ ജോഡികളെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. വിയന്ന കോൺഗ്രസ് ഓസ്ട്രേലിയ ആണ്, വെയ്മർ റിപ്പബ്ലിക് ജർമ്മനിയാണോ, 5-year പ്ലാൻ സോവിയറ്റ് യൂണിയൻ ആണ്, ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ USA ആണോ? ഏതാണ് ഉത്തരം? നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. ഉത്തരം നോക്കാം. നമുക്കറിയാം ഒന്നാമത്തെ വിയന്ന കോൺഗ്രസ്. വിയന്ന കോൺഗ്രസ് എവിടെയാണ് ചേർന്നത്?
വിയന്ന കോൺഗ്രസ് ഓസ്ട്രേലിയ അല്ല, അതിന് പകരം ഇവിടെ AL വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഏതാണത്? ഓസ്ട്രിയയാണ്. അപ്പോൾ വിയന്ന കോൺഗ്രസ് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇത് ശരിയായിരുന്നു. ഓസ്ട്രിയയാണ് വിയന്ന കോൺഗ്രസ് നടന്നത്. അപ്പോൾ ഓസ്ട്രേലിയ കണ്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 5 ഇയർ പ്ലാൻസ് സോവിയറ്റ് യൂണിയൻ്റെയാണ് പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ 1929 അമേരിക്കയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള റിലേറ്റ് ചെയ്ത് തന്നെ വെയ്മർ റിപ്പബ്ലിക്, ജർമ്മനി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഒന്നാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ഓസ്ട്രിയയാണ് വിയന്ന കോൺഗ്രസ്. അടുത്ത ചോദ്യം, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് ബൈ. ഇതും നമ്മുടെ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. PLO പാലസ്തീൻ ലിബറേഷൻ ആരാണ് സ്ഥാപിച്ചതെന്നുള്ളതാണ്. യാസർ അരാഫത്ത് ആണോ, ആർദർ ബാൽഫർ ആണോ, ഹിറ്റ്ലർ ആണോ, ഗമാൽ അബ്ദുൽ നാസർ ആണോ? ഈ 4 വ്യക്തികളെ 2ാം പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പാഠം ശരിക്കും പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. യാസർ അരാഫത്ത്, ആർദർ ബാൽഫർ, ഹിറ്റ്ലർ, ഗമാൽ അബ്ദുൽ നാസർ. പാലസ്തീൻ വിമോചക സംഘടന സ്ഥാപിച്ചത് ആരാന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം ഏതാണ്? യാസർ അരാഫത്താണ്. PLO യാസർ അരാഫത്താണ്. ആർദർ ബാൽഫറിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്, അതല്ല. PLO സ്ഥാപിച്ചത് യാസർ അരാഫത്ത് തന്നെയാണ്. ഹിറ്റ്ലറെ നമുക്കറിയാം, ജർമ്മനിയിലെ നാസിസവുമായി ബന്ധപ്പെട്ടാണ്. ഗമാൽ അബ്ദുൽ നാസറിനെ നമുക്കറിയാം. അപ്പോൾ ഇത് ഒന്നാമത്തെ ഓപ്ഷൻ യാസർ അരാഫത്ത് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യന് ഇതാ, മുണ്ട റെബല്യൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. മുണ്ട റെബല്യൻ നമ്മൾ വളരെ കേട്ടിട്ടുണ്ട്. മുണ്ട വിപ്ലവം, മുണ്ട കലാപത്തിന് ഉദാഹരണം ഇത് പീസന്റ് റെബല്യൻ ആണോ, കർഷക കലാപമാണോ, ശിപ്പോയി ലഹളയാണോ, റിബല്യൻ ഓഫ് ഷിപ്പോയിസ്, റിബല്യൻ ഓഫ് വീവേഴ്സ് നെയ്ത്തുകാരുടെ ലഹളയാണോ, അല്ലെങ്കിൽ ട്രൈബൽ റെബല്യനാണോ, ഗോത്ര കലാപമാണോ? അപ്പോൾ ഇതിലേത് കലാപമാണോ? ഗോത്ര കലാപമാണോ, ശിപായിമാരുടെ കലാപമാണോ, നെയ്ത്തുകാരുടെ കലാപമാണോ, കർഷകരുടെ കലാപമാണോ? പീസന്റ് കർഷകർ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. മുണ്ട റെബല്യൻ ഏതാണെന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. പീസന്റ് റെബല്യൻ അല്ല, ഏതാണ്? ട്രൈബൽ റെബല്യനാണ്. ട്രൈബൽ റെബല്യൻ നമുക്കറിയാം. മുണ്ട, അതുപോലെ സാന്താൾ റെബല്യൻ, കുറിച്യ റെബല്യന്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുണ്ട, സാന്താൾ, കുറിച്യ റിവോൾട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ട്രൈബൽ റെബല്യന് വരുന്നതാണ്. ട്രൈബൽ റെബല്യന് വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ ഓഥർ ഓഫ് ദ ബുക്ക് സേവാസദൻ. സേവാസദൻ. ഇവിടെ സേവാസദൻ എന്ന ബുക്ക് രചിച്ചത് ആരാന്നുള്ളതാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ ഫസ്റ്റ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ സെക്കൻഡ്, ദീനബന്ധു മിത്ര ഓപ്ഷൻ തേർഡ്, പ്രേംചന്ദ് ഓപ്ഷൻ ഫോർത്ത്. അപ്പോൾ ഇവിടെ 4 പേരുടെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പം കണ്ടെത്താം. നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ 4ാമത്തെ പാഠത്തിൽ, 5ാമത്തെ പാഠത്തിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഒരു കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ SLC സ്റ്റേറ്റ് സിലബസിൽ 5ാമത്തെ ഹിസ്റ്ററിയുടെ പാഠഭാഗത്തിലുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് ഉത്തരം? പ്രേംചന്ദിൻ്റെയാണ്. സേവാസദം എന്ന് പറയുന്നത് പ്രേംചന്ദിൻ്റെയാണ്. പ്രേംചന്ദിൻ്റെ സേവാസദം മാത്രമല്ല, പ്രേമാശ്രമമുണ്ട്, രംഗഭൂമിയുണ്ട്. രംഗഭൂമിയും പ്രേമാശ്രമവും പ്രേംചന്ദിൻ്റെയാണ്. അതേപോലെ സേവാസദനും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി നമുക്കറിയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ആനന്ദപട എന്ന നോവലിൽ നിന്നുള്ള വന്ദേമാതരം നമുക്കറിയാം. അതേപോലെ ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം അറിയാം. 4 ഓപ്ഷനിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും അടുത്ത തവണ വരാം. അപ്പോൾ ആ ഒരു പാഠത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത, ഐഡന്റിഫൈ ദ ടെറിട്ടറി ഇൻ ഇന്ത്യ വിച്ച് വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഐഡന്റിഫൈ ദ ടെറിട്ടറി ഇൻ ഇന്ത്യ വിച്ച് വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണെന്നുള്ളതാണ്. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ ഭൂപ്രദേശം ഇവിടെ ഗോവയാണോ, ബോംബെ ആണോ, മാഹിയാണോ, ദിയു ആണോ? ദാമൻ ദിയുടെ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഫ്രാൻസും പോർച്ചുഗീസും ഇവരുടെ ശ്രദ്ധിച്ചാൽ ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. സ്റ്റേറ്റ് സിലബസിലെ 8ാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ ഹിസ്റ്ററിയുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്ന 7ാമത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു. 7ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയുടെ ഭൂപ്രദേശം ഏതായിരുന്നു എന്നുള്ളതാണ്. ഗോവ, ബോംബെ, മാഹി, ദിയു. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഉത്തരം ശ്രദ്ധിക്കുക. അത് മാഹിയാണ്. മാഹിയും യാനവും കാരക്കലുമാണ് ഫ്രാൻസിനുണ്ടായിരുന്നത്. മാഹി, യാനം, കാരക്കൽ, ഫ്രാൻസ്. ഇനി ഇതിൽ ഗോവയെ ദാമൻ ദ്വീപ് ഒക്കെ ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? പോർച്ചുഗീസുകാരുടെ ആയിരുന്നു. ഗോവയെ ദാമൻ ദ്വീപ് പോർച്ചുഗീസുകാരാണ്. മാഹി, യാനം, കാരക്കൽ ഫ്രാൻസാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് പെയർ. ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ്. ശരിയായ ജോഡി ഇത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് 2ാമത്തെ പാഠഭാഗത്തിൽ തന്നെയുണ്ട്. 9ാം ക്ലാസ്സിലെ
രണ്ടാമത്തെ പാഠഭാഗം ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലുണ്ട്. കൊർദോവ ഇംഗ്ലണ്ട്, ബൊലോണ ഫ്രാൻസ്, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി, അൽ അസർ സ്പെയിന്. നോക്കുക, ഇതിൽ ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ള ജോഡിയുള്ളൂ. കൊർദോവ ഇംഗ്ലണ്ടാണോ, ബൊലോണ ഫ്രാൻസാണോ, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയാണോ, അൽ അസർ സ്പെയിനാണോ? ശരിയായ ഒറ്റ ജോഡി മാത്രമേ ഉള്ളൂ. ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം ഏതാണ് ശരിയായ ജോഡി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി മാത്രമാണ് ഇതിലെ ശരിയായ ജോഡി. ബാക്കി 3 എണ്ണം തെറ്റാണ്. അതുകൊണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം മധ്യകാലഘട്ടത്തിൽ ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ രാജ്യത്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയാണ്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നോക്കാം. ബൊലോണ ഇറ്റലിയിലാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണ്. പാരീസ് ഫ്രാൻസിലാണ്. ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇംഗ്ലണ്ടിലാണ്. കൊർദോവ സ്പെയിനിലാണ്. ബാഗ്ദാദ് ഇറാഖിലാണ്. ഡമാസ്കസ് സിറിയയിലാണ്. അതുപോലെ അൽ അസർ ഈജിപ്തിലാണ്. അവിടെ കൊടുത്തേക്കുന്ന അൽ അസർ സ്പെയിനിലാണെന്നായിരുന്നു. അൽ അസർ ഈജിപ്തിലാണ്. അതുപോലെ കൊർദോവ സ്പെയിൻ, അവിടെ കൊർദോവ ഫ്രാൻസിലാണ് കൊടുത്തിരുന്നത്. കൊർദോവ സ്പെയിനിലായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ മാത്രമായിരുന്നു അവിടെ കറക്റ്റ് ഉള്ളത്. അതുപോലെ ബൊലോണ സ്പെയിന് കൊടുത്തത്, ബൊലോണ ഇറ്റലിയിലായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Question number 18. The names of certain social reformers and the related movements are given below. Match them correctly. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, സോഷ്യൽ റിഫോമേഴ്സ് ലീഡേഴ്സ്, അവരുടെ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളും കൃത്യം ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ, അതായത് നമ്മുടെ സംസ്ഥാനം കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അവരുടെ മൂവ്മെൻറ്റ്സുകളെ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇവിടെ നോക്കുക, ഇത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ 4ാമത്തെ പാഠത്തിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 5ാമത്തെ പാഠത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഹിസ്റ്ററിയുടെ SLCയുടെ 10ാം ക്ലാസ്സിലെ. നോക്കുക, പ്രാർത്ഥനാ സമാജ് ആരുടേതാണ്? ആനി ബസൻ്റെ ആണോ, വീരേശലിംഗത്തിൻ്റെ ആണോ, ആത്മാറാം പാണ്ഡുരംഗിൻ്റെ ആണോ, ജ്യോതിബാബുവിൻ്റെ? അത് സത്യശോധ സമാജ്. അതുപോലെ ഹിതകാരിണി സമാജ് ഇവരിൽ ആരുടേതാണ്? തിയോസിക്കൽ സൊസൈറ്റി ആരുടേതാണ്? ആനി ബസൻ്റെ ആണോ, വീരേശലിംഗത്തിൻ്റെ ആണോ, ആത്മാറാം പാണ്ഡുരംഗൻ, ജ്യോതിബാബുവിൻ്റെ? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഒന്നാമത്തേത് ഇവിടെ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ പ്രാർത്ഥനാ സമാജ്, ഇവിടെ പറഞ്ഞേക്കുന്ന ആത്മാറാം പാണ്ഡുരംഗ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക് ബാക്കി എല്ലാത്തിൻ്റെയും മാർക്കുകൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 4 ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 4 ഓപ്ഷൻസ് ഇപ്പോൾ ചെക്ക് ചെയ്യുക, ഏതാണെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ്? നമുക്കിവിടെ ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. അത് നമുക്ക് ഈ ഓപ്ഷൻ 2ൻ്റെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനാ സമാജ് ആരുടേതാണ്? പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജ് ആരുടേതാണ്? ആത്മാറാം പാണ്ഡുരംഗിൻ്റെതാണ്. അതേപോലെ സത്യശോധക സമാജ് ആരുടേതാണ്? സത്യശോധക സമാജ് സത്യശോധക സമാജ് ജ്യോതിബാബുലെയുടെയാണ്. ഇനി ഹിതകാരിണി സമാജ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗത്തിനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻ്റെയാണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻ്റെ, ഹിതകാരിണി സമാജ് വീരേശലിംഗത്തിന്, സത്യശോധക സമാജ് ജ്യോതിബാബുലെയുടെയാണ്. അതേപോലെ പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അത് ഈ 5ാം പാഠത്തിൽ കൃത്യമായ കുറേയധികം മൂവ്മെൻറ്റ്സുകളും റിഫോമേഴ്സും ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Some events related to India's national movement are given below. Identify the correct chronological order of them. ഇവിടെ ചില സംഭവങ്ങൾ, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വർഷം അറിയാമെങ്കിലേ ഇതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ നമുക്ക് കിട്ടുള്ളൂ. കൃത്യമായി വർഷങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. വർഷത്തിന് പ്രാധാന്യമുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും വർഷം ചോദിക്കാറുള്ളത്. നമുക്ക് ഓപ്ഷൻ വിസിറ്റ് ഓഫ് ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഓർക്കണം. ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം ഓർക്കണം. ഗാന്ധി ഇർവിൻ പാക്ട് ഓർക്കണം. അതായത് 2nd റൗണ്ട് ടേബിൾ കോൺഫറൻസിനെയും വർഷം ഓർക്കണം. എങ്കിൽ മാത്രമേ ഇത് ഓർഡർ ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നാമത്തെ BDCA എന്നുള്ളതാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ BCDA, മൂന്നാമത്തെ BADC, 4ാമത്തെ BACD. അപ്പോൾ ഈ വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൽ ആദ്യം നടന്ന സംഭവം ആദ്യം എഴുതാം, തുടർന്ന് 2ാമത് നടന്നത്, തുടർന്ന് 3ാമത്, അവസാനം നടന്ന സംഭവം. അങ്ങനെയാണ് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം ഏതാണ് ആദ്യം നടന്ന സംഭവം എന്നുള്ളത്. ആദ്യം നടന്നത് ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ആൻസർ 2 ആണ്. ആൻസർ 2 എന്ന് പറയുന്നത് ആദ്യം നടന്ന സംഭവം ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടിയാണ്. ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി എന്നാണ് രൂപീകരിച്ചത്? 1923 ആരൊക്കെ കൂടിയാണ് രൂപീകരിച്ചത്?
1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ച മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടെ കൂടിയിട്ടായിരുന്നു. ഇത് നമ്മുടെ കൃത്യമായ പാഠപുസ്തകങ്ങളിലുണ്ട്. 6ാമത്തെ പാഠഭാഗത്ത് തന്നെ ഉണ്ട്. SLC സ്റ്റേറ്റ് സിലബസിലെ 6ാമത്തെ പാഠഭാഗത്തുണ്ട് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ആണ് ഗാന്ധി ഇർവിൻ പാക്ട്. ഇത് നമുക്ക് തെറ്റിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് സെക്കൻഡ് ബ്രൗൺ കോൺഫറൻസും ഒരേ വർഷം തന്നെയാണ്. പക്ഷേ ഗാന്ധി ഇർവിൻ പാക്ട് 1931 മാർച്ചിലാണ് നടന്നത്. 1931 മാർച്ചിലാണ് ഗാന്ധി ഇർവിൻ പാക്ട്. ഇത് സെക്കൻഡ് റൗണ്ട് കോൺഫറൻസ് നടന്ന 1931 പക്ഷേ ഇത് സെപ്റ്റംബർ മുതൽ ഏതാണ്ട് ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഇത് നടന്നത്. അപ്പോൾ ഗാന്ധി ഇർവിൻ പാക്ട് മാർച്ചിൽ, ഇത് 1931 സെപ്റ്റംബർ ടു ഡിസംബറാണ്. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് 1942. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ കറക്റ്റ് കിട്ടി. ആദ്യം നടന്നത് 23, രണ്ടാമത് നടന്ന ഇർവിൻ പാക്റ്റാണ്, മൂന്നാമത് നടന്നത് ഏതാണ് സെക്കൻഡ് റൗണ്ട് കോൺഫറൻസ് ആണ്, ലാസ്റ്റ് നടന്ന വിസിറ്റ് ഓഫ് ക്രിപ്സ് മിഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857 അറ്റ് ആര ഇൻ ബീഹാർ. ഇത് നോക്കുക, നമ്മുടെ സിപായി റിവോൾട്ട് 3rd ചാപ്റ്ററിൽ തന്നെ കൃത്യമായി പറയുന്ന, ഫോർത്ത് ചാപ്റ്ററിൽ കൃത്യമായി പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ SLCയുടെ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ 4ാമത്തെ ചാപ്റ്ററിൽ സിപായി മ്യൂട്ടിനി ഉണ്ട്. അതെല്ലായിടത്തും NCERT സിലബസിൽ നേരത്തെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. നെയിം ദ ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857 അറ്റ് ആര ഇൻ ബീഹാർ. അത് കൻവർ സിംഗ് ആണോ, നാനാ സാഹിബ് ആണോ, മൗലവി അഹമ്മദുള്ള ആണോ, ഷാമാൾ ആണോ എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നമുക്കറിയാം. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ 4 നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. 4 കൂടാതെ കുറച്ച് മറ്റ് നേതാക്കന്മാരുണ്ട്. റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബീഹാറിലെ ആരാണ് റിവോൾട്ട് നയിച്ചത് 1857? ആരാണ്? കൻവർ സിംഗ് ആണ് ബീഹാറിലെ ആരയിൽ നയിച്ചത്. നാനാ സാഹിബ് കാൺപൂരിലും, നാനാ സാഹിബ് താന്തിയ തോപ്പിയും കാൺപൂരിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉത്തരം കൻവർ സിംഗ് ആണ്. ഉത്തരം ആരയിൽ കൻവർ സിംഗ് ആണ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ 40 ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. 40 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ 40 അല്ല, ഒരു 400 ചോദ്യങ്ങളുടേതായ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടാവും. എവിടെ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ വന്നിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഏറെ ഗുണകരമാകും. അത് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇനിയുള്ള മറ്റ് നോട്ട്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, താങ്ക് യു.